Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹാലലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ പലരും സഹായിച്ചല്ലോ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അടിയനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ 11 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ഇന്ന് രാത്രിയിലും ആ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും ഒക്കെ നടുവിൽ ഹാലലൂയ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ആമേൻ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹാലലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിലുണ്ടല്ലോ. ഹാലലൂയ. ഹാലലൂയ. ഇന്ന് പകലിലും അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയിരുന്നപ്പോൾ ഹാലലൂയ ദൈവിക സമാധാനം അനുഭവിച്ചു ജീവിപ്പാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹാലലൂയ. ഹാലലൂയ. ജീസസ്. ഹാലലൂയ. കർത്താവിന്റെ രക്തത്താൽ അതെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവസഭയിൽ ആമേൻ കൂടിയിരുന്ന് ആമേൻ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനൊക്കെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം നാളുകളായി കർത്താവ് ആമേൻ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആമേൻ ഈ 2, 3, 4 മാസമായി ലോക്ക്ഡൗൺ, കൊറോണ നിമിത്തം, മഹാമാരി നിമിത്തം അനേകര് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കണ്ണുനീരിലും ദുഃഖത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയിരിക്കുമ്പോൾ അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകമാണ് വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാ. സമയങ്ങൾ വേറിട്ടിരുന്ന് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞങ്ങളെങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങി സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽ അത്ഭുതകരമായി അതിശയകരമായി അവിടിവിടങ്ങളായിരുന്ന ഞങ്ങളെ അവിടുത്തെ ചിറകിന്റെ കീഴിൽ അതേ മറച്ചതിനായി, അവിടുത്തെ ആമേ കരങ്ങളിൽ അതേ ഞങ്ങളെ താങ്ങിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാളെ ഇതുവരെ ആമേൻ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങളെ ആമേൻ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാഗികമായി പൂർണ്ണമായി കർത്താവെ അല്പസമയമായി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും സ്വർഗ്ഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു വാക്കെങ്കിൽ ഒരു വാക്ക്, ഒരു വചനമെങ്കിൽ ഒരു വചനം, ഒരു ചിന്തയെങ്കിൽ ഒരു ചിന്ത ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങൾ അങ്ങ് തൊടുമാറാകണമേ, സ്പർശിക്കുമാറാകണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർക്കോടെ കൊയ്യുമെന്നുള്ള ആ ദൈവവചന പ്രകാരം ഇന്ന് രാത്രി കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്ന വചനം ആമേൻ. ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധത്തിൽ, രോഗികൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ ആമേൻ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയെ ഇന്ന് രാത്രിയിലും ജനത്തിന്റെ മധ്യേ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഉഷിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചന ശക്തിയോടെ അതേ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട്, വചനം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിച്ചാട്ട്. കർത്താവെ, സ്വദേശത്തും വിദേശത്തും ആമേൻ അതേ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ആദിയോടൊക്കെ പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ ഹല്ലേലൂയ അതരങ്ങളെ തുറന്ന് കരങ്ങളടിച്ച് കർത്താവിനെ പാടി ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമേ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമേ യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി ആമേൻ കാത്തു കാത്തല്ലോ. ഹല്ലേലൂയ. അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിലോ ആമേൻ കുഴഞ്ഞ ചേച്ചി നിന്നും എന്നെ നയിച്ചു. ഇന്ന് രാത്രിയിലും ആ കുഴഞ്ഞ ചേച്ചി കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായവനെ സാധിക്കും. കുഴഞ്ഞ ചേച്ചി നിന്നും എന്നെ നയിച്ചു. ഹല്ലേലൂയ. ചെറുമടിയാത്ത വിശ്വാസത്തോടെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇന്ന് രാത്രി എന്നെ
പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവിന് കരങ്ങളെ അടിച്ച് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാം. അതരങ്ങളെ തുറന്ന് ശക്തിയോടെ ഹാലലൂയ പറഞ്ഞാൽ ഹാലലൂയ. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ലൈവിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. സർവകൃപാലുവായ ദൈവം ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ആമേൻ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. അവിടുത്തെ സമാധാനം, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കലും ദൈവത്തെ നിസാരവൽക്കരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവത്തെ നിസാരവൽക്കരിക്കരുത്. അതിന്റെ അർത്ഥം ദൈവവചനം നിസാരവൽക്കരിക്കരുത്. ദൈവത്തിന്റെ നിയമങ്ങൾ ഒരിക്കലും നിസാരമായി കാണരുത്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ അതേ പാർത്തു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഇന്ന് അവന്റെ വചനത്തിലൂടെ നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലും ആ വചനം ആകുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മുടെ അരികിലേക്ക് വന്നാൽ അതെ നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആകുലതകൾ എല്ലാം മറന്ന് ആമേൻ ദൈവവുമായി സന്തോഷിക്കുവാൻ. കാരണം ദൈവത്തിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡവും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന തന്റെ മക്കൾ കൂടി വരുന്നിടത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരമടിച്ച് കർത്താവിന് മകത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ ഇതൊക്കെ ആമേൻ എന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ. 3 നേരം ആഹാരം കഴിക്കാത്ത, അല്ലെങ്കിൽ 2 നേരം ആഹാരം കഴിക്കാത്ത, അല്ലെങ്കിൽ 1 നേരം ആഹാരം കഴിക്കാത്ത ആരും തന്നെ ഇല്ലാതെ പിന്നെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധിയിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം വേണ്ടായെന്ന് വെച്ച് ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കൊതിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് ക്ഷീണമില്ല. അവർ ആമേൻ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് ആമേൻ അവരുടെ യൗവനം കഴുകനെ പോലെ
ആമേൻ പുതിയ വരത്തക്ക വണ്ണം ദൈവം അവരെ നന്മകളാൽ ഹല്ലേലൂയ ആ ദൈവികമായ തേജസ്സിനാൽ അത് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഉപവസിക്കുന്നവരോടും പ്രാർത്ഥിക്കുന്നവരോടും ചോദിച്ചാൽ പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉപവസിക്കുന്നത് നല്ലതാ. അത് ആരോഗ്യത്തിന്റെ രഹസ്യമാണ്. അതാ സൗന്ദര്യത്തിന്റെ ആമേൻ അത് പിൻപിലുള്ള മഹാത്മ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകും തോറും ദൈവ തേജസ്സിനാൽ ദൈവ സാന്നിധ്യത്താൽ ഞാനും നിങ്ങൾ നിറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ആമേൻ ദൈവവചനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണണം. ഹല്ലേലൂയ. അത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ അതേ പ്രഭാഷകനായി നിൽക്കുവാൻ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി എന്നെയും തെരഞ്ഞെടുത്ത് നിർത്തിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം. കേൾവിക്കാരായിരിക്കാതെ കാഴ്ചക്കാരായിരിക്കാതെ അതെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒന്ന് തുറന്ന് ആമേൻ മത്തായി എഴുതിയ സുവിശേഷം ആമേൻ 7-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് ശ്രദ്ധയോടെ വായിക്കാം. വായിച്ചാൽ അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. നന്മയല്ല ഇതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ യേശു ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി മാറി. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലെ സകലതും നിന്റെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉണ്ടാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരുസ്വരം അനുസരിക്കുന്നവർക്ക് ഹല്ലേലൂയ സകലതും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവ ശബ്ദം അനുസരിക്കുന്നവർക്ക് ആമേൻ അതേ നന്മകളാൽ അതേ നിറയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങൾ ഹല്ലേലൂയ. നോക്കണമേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് സംബോധന ചെയ്തത് ഇങ്ങനെയാണ്: ദോഷികളായ നിങ്ങൾ, നല്ലവരായ അനുഗ്രഹിക്കപ്പെട്ടവരായ വിശിഷ്ട ശ്രേഷ്ഠ. അവിടെ ഉപയോഗിച്ച പദം ഒന്ന് നോക്കിക്കേ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. മാനസാന്തര പ്രസംഗം നടത്തി തന്നെ അനുഗമിക്കുവാൻ എല്ലാം വിട്ടിറങ്ങിത്തിരിച്ച ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുവാൻ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവ് മുഖത്ത് നോക്കി വിളിച്ചത് ദോഷികളായ. ഇന്നാണെങ്കിലോ, അയ്യോ എന്നെ മാനിച്ചില്ല, എന്നെ
ആ കുറച്ച് കണ്ടു അല്ലേ? ദോഷികളായ നിങ്ങളുടെ പിതാവ്, സോറി, പിന്നെ നിങ്ങൾ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്. ഇപ്പൊ ദോഷികളായ ആരെ ഈ ദോഷികൾ? നമുക്ക് ഇന്ന് രാത്രി അല്പസമയം ഈ ദൈവവചനം ശാന്തമായി ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാനിടയാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി വിളിച്ച് ദോഷികളായ നിങ്ങൾ, നല്ലവരായ നിങ്ങൾ എന്നല്ല. അവനെ വിട്ട് ആരും പടുങ്ങിപ്പോയില്ല. അപ്പോൾ നിങ്ങൾ ദുഷ്ടരായിരിക്കുന്നു അല്ലേ? ദോഷികൾ എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യുന്നവരല്ലേ, ദുഷ്ടത ചെയ്യുന്നവരല്ലേ? അപ്പൊ തന്നെ അനുഗമിച്ചവരുടെ മുഖത്ത് നോക്കി ആമേൻ അതെ താൻ പറയുകയാണ് ദോഷികളായ നിങ്ങൾ. ഇന്ന് രാത്രി ഒരുപക്ഷെ ഓഫാക്കിയിട്ട് പോകാൻ ചിന്തിക്കുന്നുണ്ടവരുണ്ടാകാം. ദോഷികളായ നിങ്ങൾ. ഹല്ലേലൂയ. നോക്കണമേ, അപ്പോൾ നിങ്ങൾ ദുഷ്ടരായിരിക്കുന്നു എന്നാണോ കർത്താവ് പറഞ്ഞത്? ഇത് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. നോക്കണേ, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു, വലിയ ക്രൗഡ്, പുരുഷാരം ഉണ്ടായിരുന്നു. ആ പുരുഷാരത്തെ കണ്ടാറേ അവൻ മലമേൽ കയറി. കണ്ടോ, മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം. ശ്രദ്ധിക്കണേ, നമ്മുടെ നാഥനായ കർത്താവ് മലമേൽ കയറി എന്ന് എഴുതിയത് കൊണ്ട് മല കയറാനൊന്നും പോകണ്ട. സ്തോത്രം. അവൻ മല കയറി ഇരുന്ന ആ കർത്താവ് ഇരുന്നെടുത്ത് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. യേശു എവിടെ ഇരിക്കുന്നുവോ അവിടേക്ക് അവന്റെ ശിഷ്യന്മാർ ചെല്ലുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവിന്റെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ വള്ളിപുള്ളി മാറാതെ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരിക്കലും ദൈവത്തെ നിസാരവൽക്കരിക്കരുതേ, ദൈവവചനത്തെ നിസാരമായി കാണരുതേ, ദൈവത്തിന്റെ വചനത്തെ അതേ വിലയില്ലാതായി കാണരുതേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം അതിൻ്റെതാകുന്ന ശക്തിയോടെ നിറവേറിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും നിന്നോടുള്ള ദൈവത്തിന്റെ വചനം, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത്, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് അക്ഷരം പ്രതി നിറവേറ്റുവാൻ ദൈവം ശക്തനാ. പക്ഷേ അത് നിറവേറുന്നത് ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ആമേൻ മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ അതേ ആ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ അവൻ ഇരുന്നെടുത്ത് ശിഷ്യന്മാർ ചെന്നു. കണ്ടോ, അവന്റെ അടുക്കൽ ചെന്ന ശിഷ്യന്മാരോടാണ് തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ചത്. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരോടല്ല ആമേൻ യേശു സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവന്റെ അടുക്കൽ വരുന്നവരോടാ. ഇന്ന് രാത്രിയിലും ആമേൻ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് ആമേൻ അതെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആമേൻ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത്.
സംസാരിക്കുവാൻ പോകുന്നത്? ദൈവം തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പുരുഷാരത്തെ കണ്ട് യേശു മലമേൽ കയറി ഇരുന്നു. അപ്പോ അവിടെ ശിഷ്യന്മാർ അടുത്തു ചെന്നു. അവൻ അടുത്തു ചെന്ന ശിഷ്യന്മാരോട് യേശു തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ചു. അപ്പൊ നീ ശിഷ്യനാണെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നീ സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സമയം വേർതിരിച്ചിരിക്കുന്ന ശിഷ്യനായിരിക്കുന്ന നിന്നോട് എന്റെ കർത്താവിന് സംസാരിക്കുവാനുണ്ട്, നിന്നോട് ഇടപെടുവാനുണ്ട്. സന്തോഷമുള്ളവർ അതേ സ്തോത്രം പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. തിരുവായി മൊഴിഞ്ഞ് അവൻ തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു അറിയാമോ? പത്രോസ് ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു, മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരോടാണ് ആമേൻ 6-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിച്ചു. കണ്ടോ? മനുഷ്യർ കാണേണ്ടതിന് തിരുവായി ഒഴിഞ്ഞ് സംസാരിച്ച നാഥൻ അവരോട് സംസാരിക്കുന്നു. നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പി. ഇനി 7-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിച്ചു. കണ്ടോ? കണ്ടിന്യൂഷൻ ആണ്. അവൻ മലമേലിരിക്കുന്ന കർത്താവിന്റെ അതേ പാദപീഠത്തിങ്കിൽ കയറി ചെന്ന് ഇരുന്ന ശിഷ്യന്മാരോട് തിരുവായി മൊഴി പറയുകയാണ്. ഹല്ലേലൂയ. എന്താണ്? വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇന്ന് രാത്രിയിലും ഇടത്തുള്ളവനെയും വലത്തുള്ളവനെയും അത് വിധിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് നിനക്കുള്ളതെങ്കിൽ സ്വർഗം നിന്നെ നോക്കി ഇന്ന് രാത്രി തിരുവായി മൊഴിഞ്ഞ് പറയുകയാണ്, അതെ വിധിക്കരുത്. ഹല്ലേലൂയ. വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നോക്കുക, കണ്ടിന്യൂഷനായിട്ട് തുടർമാനമായിട്ട് കർത്താവ് അവിടെ ഇരിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് എന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ്. അങ്ങനെ അതിന്റെ 8 മുതൽ വായിച്ചു. 7-ന്റെ വേഗം വായിച്ചു. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു. ഇന്ന് രാത്രി യാചിക്കുന്ന ഏവനും ലഭിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ഹല്ലേലൂയ. അമ്മ വല്ലതും തരണേ, അമ്മ വല്ലതും തരണേ എന്ന് യാചിച്ച് ഭിക്ഷ യാചിച്ച് നടക്കുന്ന അനേകര് നമുക്ക് പരിചയമുണ്ടല്ലേ, ചുറ്റുപാടും അനേകരുണ്ടല്ലേ. അങ്ങനെ യാചിച്ച ഒരു യാചകനെ കുറിച്ച് ആമേൻ അത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു യാചകനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നൽകുന്നുവെന്ന് പറഞ്ഞ് ആമേൻ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ മാത്രയിൽ എഴുന്നേറ്റ് നടക്കുവാൻ അതേ ശക്തി ആ വാക്കുകളിലൂടെ വെളിപ്പെടുത്തിയ സ്വർഗമത്രേ പത്രോസിന്റെയും യോഹന്നാന്റെയും ശേഷം ശിഷ്യന്മാരുടെയും കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ യാചിക്കുന്നവർക്ക് എത്രയധികം നന്മയെ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മുട്ടുവിൻ, അല്ലെ മുട്ടുവിൻ. ഇന്ന് പകലിലും മുട്ടിയിട്ട് തുറക്കാത്ത ആമേൻ വാതില് കൊട്ടി അടയപ്പെട്ടത് നിമിത്തം അതേ സങ്കടം ആമേൻ കടിച്ചമർത്തി കഴിയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ആമേൻ യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. എന്നിട്ട് പറയാ, മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ, കണ്ടോ? ഹല്ലേലൂയ. നല്ലവരായ ഇത്രയൊക്കെ ആമേൻ നല്ലത് ചെയ്യുന്ന എന്താ മുട്ട ചോദിച്ച പാമ്പിനെ കൊടുക്കുമോ? മീൻ ചോദിച്ച തേളിനെ കൊടുക്കുമോ? അപ്പൻ ചോദിച്ച കല്ല് കൊടുക്കുമോ? ഒരിക്കലുമില്ലല്ലോ. അത്ര നല്ലവരായ ആ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി
കർത്താവ് പറഞ്ഞത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും. ഇന്ന് രാത്രി ചോദിക്കുന്നവർക്ക് അധികം നന്മ കൊടുക്കുന്ന കർത്താവിനെ കുറിച്ചാണ് പ്രസംഗിക്കുവാനായിട്ട് പോകുന്നത്. ആമേൻ. ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവർ മുട്ടിയിട്ടും തുറക്കാത്ത ഡോറ് തുറക്കുവാൻ അധികാരമുള്ളവൻ, യാചിച്ചിട്ടും അത് കരുണ കാണിക്കാതെ മാറിപ്പോയവരുടെ മുമ്പിൽ അത്തിരാലേക്കൊത്ത കണ്ണുള്ളവൻ, കരുണാമയനായവൻ ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുവാനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം. ആമേൻ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ അവനോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നല്ല ദാനങ്ങളെ നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ചാ ആമേൻ തന്നെ അനുഗമിച്ച് തന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ഇന്ന് രാത്രി തിരുവായി മൊഴിഞ്ഞ് എന്നോട് നിങ്ങളോട് സംസാരിപ്പാൻ ശക്തിയുള്ളവൻ അതെ തുടർന്ന് സംസാരിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ തീർച്ചയായും ആമേൻ മറ്റുള്ളവരെക്കാൾ ഒട്ടും മോശക്കാരായിരുന്നില്ല. ആര്? പത്രോസും യോഹന്നാനും. ഹല്ലേലൂയ. ശേഷം ഹല്ലേലൂയ അപ്പോസ്തലന്മാരും ആമേൻ യാക്കോബും ഒട്ടും മോശക്കാരായിരുന്നില്ല. തീർച്ചയായും അവർ ഭൂമിയിൽ ഏറ്റവും മികച്ച ആളുകളിൽ ആമേൻ അതെ ശ്രേഷ്ഠന്മാരായി ജീവിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ വിളിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ വിളിച്ചവന് മഹാശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരിൽ അതെ ശ്രേഷ്ഠനായവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് ആമേൻ ശിഷ്യന്മാരെന്ന പേരിന് അർഹനായവർ. ഹല്ലേലൂയ. അവൻ ഇരിക്കുന്ന ആ മലയുടെ അടുത്ത് അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചെകിടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവന്റെ സംബോധന. ദോഷികളായ ആമേൻ ആരുടെ മുമ്പിലാണ് അവരിയ്ക്കുന്നത്? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം തമ്പുരാൻ അയച്ച പുത്രന്റെ മുമ്പിലായിരിക്കുന്നത്. ആമേൻ നിത്യ സ്നേഹം കൊണ്ട് മാനവരാശിയെ സ്നേഹിപ്പാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവിന്റെ മുമ്പിൽ അവരിയ്ക്കുന്നത്. അവർ കേൾക്കുന്നത് എന്താ? ദോഷികളായ നിങ്ങൾ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്. ആമേൻ. എന്നാൽ യേശു അവരെ വിശുദ്ധ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്നത് പോലെ വിവരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിലാണ് അവരിയ്ക്കുന്നതെങ്കിലും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണ് പിതാവായ ദൈവത്തിന്റെ കണ്ണായി. ആമേൻ. ആ കണ്ണുകൊണ്ട് ആമേൻ അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ അവന് കാണുവാൻ കഴിഞ്ഞത് അവൻ ദോഷം ചെയ്യുന്നവനായിട്ടാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് തെറ്റുപറ്റിയില്ല. ആമേൻ. പത്രോസ് ആമേൻ അതെ ആ ദോഷം ചെയ്യുന്നവനായി മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ ഹൃദയങ്ങൾ ആരാഞ്ഞെന്ന് അറിയുന്ന ദൈവം. ഹല്ലേലൂയ. അത്തിരാലേക്കൊത്ത കണ്ണുള്ളവൻ നിന്റെ മുഖത്ത് നോക്കി നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പറഞ്ഞ പിണങ്ങിപ്പോകുന്നവനാണോ നീ? ചില മാതാപിതാക്കൾ അതെ അവരുടെ മക്കളെ മനസ്സിലാക്കി ആമേൻ അവരെ ആമേൻ അതെ നേരായ നിലയിലേക്ക് നയിപ്പാൻ ചില വാക്കുകളൊക്കെ പറയുമ്പോ ഇന്നത്തെ തലമുറയുടെ വിചാരം എന്താണെന്നറിയോ? ഹല്ലേലൂയ. അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? അവരെ സ്നേഹിക്കാത്തത് കൊണ്ടാ, അവരെ കരുതാത്തത് കൊണ്ടാ, ആമേൻ അവരെ ഇഷ്ടമില്ലാത്ത അല്ല. ആമേൻ അതെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കണ്ണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായി മാറിയ നിമിഷം ആമേൻ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യന്മാരെ കാണുവാൻ കഴിഞ്ഞത് അവരുടെ ഹൃദയം ദോഷമുള്ളതാ. ഹല്ലേലൂയ. പേരെന്തുവാ? ശിഷ്യനാ. സ്വഭാവത്തിൽ ചില ദൂഷ്യവശങ്ങളെ കർത്താവ് കണ്ടിട്ട് പറയുകയാണ്, ദോഷികളായ നിങ്ങളുടെ
ആമേൻ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ, അപ്പൊ നല്ലവരല്ലെങ്കിലും ദോഷം ചെയ്യുന്നവരാണെങ്കിലും ആമേൻ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്ന നല്ല അപ്പന്മാരാ. ആമേൻ. നിങ്ങൾ ശരിയാ, പക്ഷേ ആ നല്ലതിനെ പ്രൊജക്റ്റ് ചെയ്ത് പറയുവാൻ തയ്യാറാകുന്നതിന് മുമ്പ് അല്പം കൂടെ ക്ലിയർ ആകാനുണ്ടെന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ ആമേൻ ഉള്ളിൽ കിടക്കുന്ന ദോഷത്തെ കണ്ട് വെളിപ്പെടുത്തിയ സ്വർഗം ഇന്ന് രാത്രി മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, ആരെ വിഴുങ്ങേണ്ടുവെന്ന് ആമേൻ അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് ആമേൻ യോശുവയെ കുറ്റം പറഞ്ഞതുപോലെ, മോശയെ കുറ്റം പറഞ്ഞതുപോലെ, ആമേൻ അതെ ആ ഇയ്യോബിനെ ആമേൻ തകർക്കുവാൻ നോക്കിയതുപോലെ നിന്നെയും തകർത്ത് കളയുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തെ വിശുദ്ധിയിൽ പിൻപറ്റുവാൻ, വിശുദ്ധിയിൽ ആരാധിക്കുവാൻ, എന്നെയും നിന്നെയും ശുദ്ധീകരിപ്പാൻ ശക്തനായ ദൈവം ഹല്ലേലൂയ അവന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇന്ന് രാത്രി എന്റെയും നിന്റെയും പുറമേയുള്ളത് മനുഷ്യൻ നോക്കുമ്പോൾ ഹൃദയത്തിന്റെ നിലവുകളെ, ചിന്തകളെ, നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്നവന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയത്തോടെ അവന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശു അവരെ വിശുദ്ധ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യാണ്? വിവരിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ അവൻ അവരെ തിന്മ എന്ന് വിളിക്കുന്നു. എന്താ തിന്മ? നന്മ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? തിന്മ. അപ്പൊ ഇരിക്കുന്നത് ആരുടെ മുമ്പിലാ? നന്മയായവന്റെ മുമ്പിൽ. ഹല്ലേലൂയ. നന്മയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ തിന്മയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നന്മ ചെയ്യുന്നവന്റെ അതേ പാത പിൻപറ്റുന്ന ദൈവത്തിന്റെ പൈതലെ, നന്മയല്ലാതെ ഒരു ആമേൻ തിന്മയും ചെയ്യാത്തവൻ. ഹല്ലേലൂയ. അവൻ ആമേൻ അതേ ദോഷികളായിരിക്കുന്നവരെ കണ്ട്, ഹല്ലേലൂയ, ആ തിന്മ ചെയ്യുന്നവരെ കണ്ട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം അതേ 14-ന്റെ 1, 2, 3 വായിക്കുമ്പോൾ അവിടെ ആത്മാവിൽ പ്രേരിതനായി ഭക്തൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ആമേൻ. അവൻ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനുമില്ല, ഒരുത്തൻ പോലുമില്ല. ഹല്ലേലൂയ. സ്വന്തം ജനതയോട് അടക്കം എല്ലാ മനുഷ്യരും പാപാവസ്ഥ യേശു ആമേൻ എന്ത് ചെയ്യാണ്? ഊന്നി ആ പറയുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ആമേൻ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. നന്മ ചെയ്യുന്ന ആരുമില്ല. ആമേൻ. ദൈവമില്ല എന്ന് ആരാ പറയുന്നേ? മൂഢൻ തന്റെ ഹൃദയത്തിൽ. ഇന്ന് പല കുഞ്ഞുങ്ങളും ദൈവമൊന്നും ഇല്ലെന്നേ. ഹല്ലേലൂയ. ദൈവമൊന്നും ഇല്ലെന്നുള്ള ചിന്താഗതിയില്ല. രാവിലെ എഴുന്നേറ്റ് അപ്പനെയും ഭയവുമില്ല, അമ്മയും ഭയവുമില്ല, അധ്യാപകന്മാരെയും ഭയവുമില്ല, സമൂഹത്തിൽ ആരെയും ഭയമില്ലെന്ന് വിചാരം എന്താ? ദൈവമില്ലെന്നാ. ദൈവമില്ലെന്ന് ആരാ പറയുന്നേ? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും. ഹല്ലേലൂയ. അവൻ വഷളന്മാരായി, കണ്ടോ, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് വഷളത്വം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. മ്ലേച്ഛത പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ അറിയില്ല? നന്മ ചെയ്യാൻ അറിയത്തില്ല. ചേട്ടത്തിയാണ്, ചേട്ടനാണ്, വീട്ടിലെ വലിയ ആളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ലാതെ നല്ലത് ചെയ്യാൻ അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്തുവാ രാവിലെ എഴുന്നേറ്റ് നല്ല കാര്യം ചെയ്യുക എന്ന് പറയുന്നത്? എഴുന്നേറ്റ പാടെ ആമേൻ ഓടുകയല്ല, എഴുന്നേറ്റ് ആ കിടക്കയിൽ നിന്ന് ആമേൻ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആമേൻ പോകുന്നിടത്ത് ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന, പതിയിരിക്കുന്ന മേഖലയിലൂടെ കടന്നുപോയപ്പോൾ അതിലൊന്നും അകപ്പെടാതെ കണ്ട് ക്ഷേമത്തോടെ മടക്കി വരുത്തിയ ദൈവത്തിന് സന്ധ്യയിലിരുന്ന് നന്ദി പറഞ്ഞ് വീണ്ടും ആമേൻ വിശ്രമിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തയ്യാറാകുന്ന ആമേൻ ഒരു വ്യക്തിത്വത്തിൽ ഉടമയായി ജീവിക്കുന്നവരാ അതേ നല്ലവര്.
ഹല്ലേലൂയ. അല്ലാതെ ആമേൻ രാവിലെ എഴുന്നേറ്റിട്ട് ആമേൻ ഒച്ചയും വെച്ച് ബഹളവും വെച്ച് ആമേൻ കാണുന്നതിലെ പോയി ആമേൻ വൈകുന്നേരം വന്നെങ്കിൽ വന്ന് ആമേൻ കിടന്നെങ്കിൽ കിടന്ന് ഉറങ്ങി ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവര് ഹല്ലേലൂയ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല. ആമേൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ തയ്യാറാകും. ആമേൻ. ദൈവം ഇല്ല എന്ന് ആര് പറയുന്നു? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ ഹൃദയത്തിനകത്ത് ദൈവഭയമില്ലാതെ ദൈവത്തെ ആമേൻ ജീവിതത്തിൽ സ്വീകരിക്കാതെ ജീവിക്കുന്നവരെല്ലാം അവര് ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല അവര് നന്മ എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. നന്മ ചെയ്യത്തില്ല. അവര് ദൈവത്തെ അന്വേഷിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നന്മ അതെ പിൻപറ്റുവാൻ, നന്മ പിന്തുടരുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, ആമേൻ അതെ പാപം വേണ്ട, ലോകം വേണ്ട, ആമേൻ ദൈവം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ അവൻ ഇരിക്കുന്നിടത്ത് ചെന്ന് ആമേൻ അവന്റെ വായിൽ നിന്ന് തിരുവായ്മൊഴിഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അകത്തെ സ്കാൻ ചെയ്ത് തമ്പുരാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്കാം. ഹല്ലേലൂയ. ആമേൻ. തെറ്റായ ചിന്തകൾ, മോശം മോഹങ്ങൾ, ആമേൻ വിഡ്ഢിത്തവും ആമേൻ അനുചിതമായതുമായ പ്രവൃത്തികൾ, ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇതെല്ലാം ദുഷ്ട സ്വഭാവത്തിന്റെ തെളിവുകളാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുന്ന യേശു കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അതെ ശ്രവിക്കുന്ന ശിഷ്യന്മാരെ പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്ന വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആത്മാവ് നിന്റെ അകത്ത് ഇടപെടുന്നുണ്ടോ? ഇന്ന് പകലിലും നീ തെറ്റായ ചിന്തകൾ ചിന്തിച്ചു, ഹല്ലേലൂയ, മോശമായ വഴികളിലൂടെ സഞ്ചരിച്ച്, ഹല്ലേലൂയ, ആമേൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അല്ലേ മൊബൈലിലൂടെ കണ്ടത് അല്ല, ആമേൻ നീ പോയപ്പോ കണ്ടത് അതെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ, ആമേൻ പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാണ്. ആത്മീയമായി മരണം സംഭവിക്കുമാറ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടത് നീ മോഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, യൗവനക്കാരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, പിതാവേ, അഭിഷക്തനെ, ഈ ദുഷ്ടലോകം അതെ ആദാമിന്റെയും ഹവ്വയുടെയും കുടുംബ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത സമാധാനം, സന്തോഷം ഊതിക്കെടുത്തുവാൻ അവൻ കാണിച്ചത് അവരുടെ കണ്ണിന് മോഹമുണ്ടാകുന്ന പഴമാണ്. ഹല്ലേലൂയ. നിന്റെ കണ്ണിന്റെ മുമ്പിലും നിനക്ക് മോഹം തോന്നുന്ന വിധത്തിലുള്ള പലതും കൊണ്ടുവരും. ഇന്നത്തെ പിള്ളേരുടെ ട്രെൻഡ് എന്താ? മൊബൈല് കാണുമ്പോൾ ഭയങ്കര മോഹം, ബൈക്ക് കാണുമ്പോൾ ഭയങ്കര മോഹമാ, യോയോ അല്ലേ? മോഹത്തിന്റെ പുറകെ പോകരുതേ. അന്യന്റെ മുതലെന്തിരുത്, മോഹിക്കരുത്. മോഹിക്കരുതെന്ന് പറഞ്ഞ അതേ ചെയ്യത്തുള്ളൂ. എനിക്കറിയാം സ്വോത്രം വരത്തില്ലെന്ന്. ഇന്ന് പകല് നീ നടന്നു പോയെടുത്ത് ആമേൻ തെറ്റായ ചിന്ത നിന്നെ ഭരിച്ചെങ്കിൽ, ആമേൻ മോശകരമായ ആമേൻ ചിന്തകൾ, മോശകരമായ സാഹചര്യങ്ങൾ, മോഹങ്ങൾ, വിഡ്ഢിത്തം. എന്താ വിഡ്ഢിത്തം? ഹല്ലേലൂയ. അനുചിതമായ പ്രവൃത്തികൾ, ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ഇതെല്ലാം ദുഷ്ട സ്വഭാവത്തിന്റെ തെളിവുകളാണ്. ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി ദോഷികളായ നിങ്ങൾ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട അതെ സ്നാനപ്പെട്ട തിരുമേശ എടുക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെങ്ങാനും ഒന്ന് പറഞ്ഞു പോയാൽ തീർന്നു അല്ലേ? അപ്പൻ മക്കളുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞു പോയാൽ തീർന്നു അല്ലെ? ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ തീർന്നു. എന്നാ നോക്കണേ, നിത്യസ്നേഹം കൊണ്ട്
മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ഇഹത്തിൽ ജനിച്ച് വളർന്ന് നാടെന്ന് നന്മ ചെയ്ത് കുരുടന് കാഴ്ചയും ചെകിടിന് കേൾവിയും മുടന്തന് നടക്കുവാനും ബലം നൽകുന്ന കർത്താവ്, ഭൂതബാധിതരെ സൗഖ്യമാക്കിയവൻ, പടകും വലയും വിട്ട് തന്നെ അനുഗമിക്കുവാൻ മാനസാന്തരപ്പെട്ടിറങ്ങിയവൻ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറയുക, ദോഷികളായ നിങ്ങൾ ഹല്ലേലൂയ ഇനിയുണ്ടെന്നേ. ആമേൻ. നല്ലവരാകണ്ടേ. ഹല്ലേലൂയ. ആമേൻ. അത് ശിഷ്യന്മാർ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പാപരഹിതരായിരുന്നില്ല എന്ന് കർത്താവ് കണ്ട് അവരെ അവരുടെ ചിന്തയിൽ, അവരുടെ വാക്കിൽ, അവരുടെ പ്രവൃത്തിയിൽ പാപമില്ലാത്ത നന്മ പിൻപറ്റുന്ന, നന്മയും കരുണയും ജീവിതത്തിന്റെ ഒടുവിൽ വരെയും അവരെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം, നന്മയും കരുണയും അവര് പിന്തുടരുകയല്ല, അവരെ പിന്തുടരുന്ന നിലവാരത്തിലേക്ക്. ആമേൻ. ശിഷ്യന്മാരുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആമേൻ പാപരഹിതമായ ഒരു ജീവിതം. ഹല്ലേലൂയ. ആമേൻ. അതേ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്. ഹല്ലേലൂയ. അവരെ ദൈവവചനത്തിലൂടെ അതെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയാകുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അതേ ശിഷ്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് അതേ കാണുവാൻ കഴിയുന്നത് 6-ാം അധ്യായം 12-ാം വാക്യം. ആമേൻ. യഥാർത്ഥ ശിഷ്യന്മാരെക്കാൾ താൻ ശ്രേഷ്ഠനാണെന്ന് ഹല്ലേലൂയ ആരെങ്കിലും കരുതുന്നെങ്കിൽ അവൻ ഹല്ലേലൂയ വലിയ തെറ്റ് എന്ത് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. 12-ാം വാക്യം, 6-ാം അധ്യായം 12-ാം വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. യേശു തന്റെ ശിഷ്യന്മാര് ആമേൻ ഒരുമിച്ചായിരിക്കുമ്പോൾ യേശു കർത്താവിനോട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വായിച്ചു 6:7 മുതൽ അല്ലേ? വായിക്കുവേ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. കണ്ടോ? ഈ പ്രാർത്ഥന നിസ്സാരവൽക്കരിക്കുന്നത്. ഹല്ലേലൂയ. ദോഷം ചെയ്യുന്ന സ്വഭാവം പകല് മുഴുവൻ അരുതാത്തത് ചിന്തിച്ച് മോശ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തെറ്റായ ചിന്തകൾ ചിന്തിച്ച് ദൈവസന്നിധിയിൽ സന്ധ്യയാകുമ്പോൾ പായിട്ടിരുന്ന് ഒരു ദൈവഭയവുമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നന്ന് തരണമേ. കണ്ടോ? ഞങ്ങളുടെ കടക്കാരോട്. അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുന്നവർ ആദ്യം എന്ത് ചെയ്യണം? പകല് മുഴുവൻ അതെ വേണ്ടാധീനവും അരുതാത്തതും ചിന്തിച്ച് വഴക്കും വയ്യാവേലി ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്
ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. അടുത്തത് പരീക്ഷയിൽ കടക്കാതെ. കണ്ടോ? ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുതൽ വേണോ? രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അവിടത്തേക്കുള്ളത്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. കണ്ടോ? അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കൂടപ്പറപ്പിനോട് ക്ഷമിക്കാൻ മനസ്സില്ലാത്തവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ദോഷികളായ നിങ്ങൾ പ്രാർത്ഥനയുണ്ടെന്ന്, പക്ഷേ നിങ്ങൾ ആരാ? ദോഷികൾ. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിഴകളെ പിതാവ് എന്ത് ചെയ്യില്ല? ക്ഷമിക്കുകയില്ല. ഉപവസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? കപട ഭക്തിക്കാരെ പോലെ. അപ്പൊ ഭക്തിയുണ്ട്, കപട ഭക്തിയുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ ശിഷ്യന്മാരായി മാറിയിരിക്കുന്നവരോടാ തിരുവായി മൊഴിഞ്ഞ കർത്താവ് സംസാരിക്കുന്നത്. അല്ലാതെ കള്ളും കുടിച്ച് നായി ചന്തയിലൂടെ നടക്കുന്നത് പോലെ നടക്കുന്നവരോടല്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ വിളിച്ച വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിന് വിളങ്ങേണ്ടതിന്. 12ാം വാക്യം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. 12ാം വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യണം? അപ്പോ നമ്മോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ നാം ആദ്യം ക്ഷമിക്കേണ്ടത് എന്ത് ചെയ്യണം? ഈ ഭൂമിയിലായിരിക്കുമ്പോ ആമേൻ ക്ഷമിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്നോട് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സ്ഥാപിക്കപ്പെട്ട ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആമേൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ 1-2 മിഷനറി യാത്ര നടത്തിയ സമയത്ത് സ്ഥാപിക്കുവാൻ ദൈവം അവസരം കൊടുത്ത സമയത്ത് സ്ഥാപിച്ച ദൈവസഭയുടെ ആമേൻ അതെ അംഗങ്ങളായി മാറിയ എല്ലാവരോടായി ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ റോമാലേഖനം എഴുതിയപ്പോൾ ആത്മാവ് നിയോഗിച്ചെഴുതിച്ച വേദഭാഗമാണ് വായിച്ചത്. 7-ാം അധ്യായം അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യം. അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോ സ്തോത്രം പറയാൻ മടി കാണിക്കുന്നവരുണ്ടാകും. ആത്മനിറവിൽ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. അത് പ്രാപിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനായി ജീവിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. നമ്മൾ കുറച്ച് അപ്പോഴേ കേട്ടല്ലോ, ദോഷികളായ നിങ്ങൾ. അപ്പൊ ദോഷം ചെയ്യാനുള്ള ടെൻഡൻസി നിന്റെ അകത്തുണ്ടെന്ന്. അതുകൊണ്ടാണ് മോശം ചിന്ത, ദൈവഭയമില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് ക്ഷമിക്കപ്പെടേണ്ടടുത്ത് ക്ഷമിക്കപ്പെടാതെ, ദൈവമില്ലെന്ന് ചിന്തിച്ച് എന്തും ചെയ്യാൻ മടിയില്ലാതെ ജീവിക്കുവാൻ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയ വ്യക്തി ജീവിതങ്ങളോട് ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയത് ആമേൻ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതെ ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകത്ത് പാപം വസിക്കുന്നു. ഹല്ലേലൂയ. ആ പാപം അത്രേ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ജഡ ശരീരം, അകത്തൊരു ആത്മീയ മനുഷ്യനുണ്ട്. അതിനെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഈ ജഡത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ജഡം ഉപേക്ഷിക്കുന്നിടത്തോളം കാലം പാപം ചെയ്യാനുള്ള എല്ലാ സിംറ്റവും എല്ലാ കണ്ടന്റും ഈ ജഡത്തിലുണ്ട്. അതുകൊണ്ടാണ് അവസരം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, പാപം ചെയ്യുവാൻ അതേ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജഡമയമായ ലോകം, ആമേൻ, ഈ ജഡം ഉള്ളെടുത്തോളം കാലം, ആമേൻ, അതെ പാപത്തിന്റെ ആ കണ്ടന്റ്, പാപത്തിന്റെ ആ കണിക ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോ എന്നിൽ, ആമേൻ, അതെ എന്റെ ജഡത്തിൽ നന്മ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ആമേൻ. 19 വാക്യം വേഗം വായിച്ചു. ആമേൻ. 7:19 റോമാലേഖനം 7-ാം അധ്യായം 19 വാക്യം. നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു, രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. കണ്ടോ, നിന്റെ കണ്ണ്, നിന്റെ കൈയ്യ്, നിന്റെ കാല്, നിന്റെ നാവ്, നിന്റെ ചിന്ത,
പലപ്പോഴും ആമേൻ പിശാച് കൊണ്ടുപോയി നിന്നെ കൊണ്ട് അരുതാത്തത് ചിന്തിപ്പിച്ച്, അരുതാത്തത് കാണിച്ച്, അരുതാത്തത് കേൾപ്പിച്ച് നിന്റെ ശരീരത്തെ ചുമന്നുകൊണ്ട് പോകുവാൻ, നിന്റെ കാലുകൾക്ക് പ്രേരണ കൊടുത്ത് ആമേൻ നിന്നെ അതേ വലിച്ചിഴച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയി തകർക്കുന്ന ദുഷ്ട പിശാചിന്റെ ആമേൻ പ്രലോഭനത്തിനനുസരിച്ച് ഈ ജഡം അതേ നീങ്ങുവാൻ അനുവദിക്കാതെ നിന്റെ അകത്തെ മനുഷ്യനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി ബലപ്പെടുത്തി നിന്റെ ജഡത്തെ ഒന്ന് ആമേൻ ഇല്ലാതാക്കാൻ, അതെ ജഡത്തെ മരിപ്പിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ ആമേൻ ഭക്ഷണം അതെ വെടിഞ്ഞ് ഈ ജഡത്തെ ഒന്ന് മരിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ജഡ സ്വഭാവത്തെ ഒന്ന് ഉരിഞ്ഞു കളയുവാൻ, നിന്റെ ഈ ദേഷ്യം, നിന്റെ ഈ കോപം, നിന്റെ ഈ വേണ്ടാത്ത ചിന്ത, നിന്റെ വേണ്ടാത്ത ആ മോഹം ഒക്കെ ആമേൻ ഇല്ലാതാക്കാൻ. ഹല്ലേലൂയ. നീ ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ തയ്യാറാകാം. ഹല്ലേലൂയ. അത് എന്നിലെന്ന് വെച്ചാൽ ആമേൻ വായിച്ച അതിന്റെ 19-20 വാക്യങ്ങൾ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നു. വായിച്ച ഇപ്പൊ കണ്ടിന്യൂഷൻ ആയിട്ട് വായിച്ചു 25 വരെ വായിക്കും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ ഹല്ലേലൂയ. നോക്കണമേ, ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങുന്ന പൗലോസ്ലീഹ നിലവിളിക്കുകയാണ്. അയ്യോ എനിക്ക് വിശക്കുന്നു എന്നല്ല, അയ്യോ ഓടി വരണേ എന്നെ സഹായിക്കണേ എന്നല്ല, അയ്യോ എനിക്ക് വയ്യേ എന്നല്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? കണ്ടോ, ആരാ വിടുവിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണം സേവിക്കുന്നു. ഹല്ലേലൂയ. അതെ, ജഡാഭിലാഷം ആത്മാവിനും ആത്മ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്ന ഈ ജഡമയമായ മനുഷ്യൻ ഈ ലോകത്തിൽ പിശാചിന്റെ കെണിയിലകപ്പെട്ട് തകർന്ന് അതെ അസ്വസ്ഥരായി സമാധാനം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ലക്ഷ്യബോധമില്ലാതെ നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കാൻ, നിത്യജീവന് അവകാശിയായി ആമേൻ ഈ മനുഷ്യൻ രൂപാന്തരപ്പെടുവാൻ ആമേൻ ഇടയാകേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ആമേൻ. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ പിതാവായ ദൈവം അതെ ദൈവസഭയിലായിരിക്കുന്ന ആമേൻ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ അതെ എഴുതിയത് ഇങ്ങനെയാണ്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഹല്ലേലൂയ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. ഏതു പാപികളിൽ? ഹല്ലേലൂയ. നാം ഇത്രയും സമയം കേട്ടില്ലേ? ആമേൻ. ആ വിഷയത്തെ സംബന്ധിച്ച് ആമേൻ ഒന്നാമനാണ് ഞാൻ. ഹല്ലേലൂയ. എന്നെ രക്ഷിപ്പാനാണ് അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? വന്നത്. നാം എല്ലാവരും അവൻ പലതിലും എന്ത് ചെയ്യാണ്? തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തി ഉള്ള ആ പുരുഷനാകുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:8. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഹല്ലേലൂയ. ഇതൊക്കെ ഇടയലേഖനങ്ങളാണ്. ഇതൊക്കെ അവൻ ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്ന അതേ ലേഖനങ്ങളാണ്. ഹല്ലേലൂയ. ലോകപ്രകാരം ജീവിക്കുന്ന അവൻ ഒരു വ്യക്തിയോടല്ല ഇത് സംസാരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവജനത്തോടാണ് ഇതെല്ലാം പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ എന്ത് ഇല്ലാതെയായെന്ന്. അയ്യോ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, സ്നാനപ്പെട്ടത് കൊണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചത് കൊണ്ട്, തിരുമേശി എടുക്കുന്നത് കൊണ്ട്, മാസികവും കൺവെൻഷനും ആമേൻ ആണ്ട് അവസാന മീറ്റിങ്ങും
പിന്നെ കല്യാണവും മരിച്ചടക്കും, ബർത്ത്ഡേ, പിന്നെ കോൺഫറൻസും ഉണർവ് മീറ്റും, പിന്നെ BVS, പിന്നെ യൂത്ത് ക്യാമ്പ്, പിന്നെന്തുണ്ട്, സ്പെഷ്യൽ മീറ്റിംഗ്. ഇതൊക്കെ കൂടിയാലൊന്നും ഹല്ലേലൂയ പാപം എന്ന് പറയുന്നത് ആമേൻ നിന്നിൽ ഇല്ലാതെ ഇല്ലെന്ന്. ഈ ജഡം ഉള്ളിടത്തോളം കാലം ഈ ജഡത്തിന് അവസരം കിട്ടിയ അത് പാപം ചെയ്യിക്കുവാനുള്ള ടെൻഡൻസി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആമേൻ ദൈവവചനത്തെ എന്ത് ചെയ്യരുത്? നിസാരവൽക്കരിക്കുക. ദൈവവചനം അതിൻ്റെതായ നിലയിൽ ദൈവത്തെ ഭയപ്പെട്ട് അതെ അനുദിനം ദൈവാത്മാവുമായി അതെ ജീവിക്കുന്നവർക്ക് മാത്രമേ അതെ ഈ പാപമംഗലമായ ലോകത്ത് വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് പാപമില്ല, ദേഷ്യമില്ലേ, കോപമില്ലേ, അരിശമില്ലേ, വികാരങ്ങളില്ലേ, വിചാരങ്ങളില്ലേ, ഇതെല്ലാം നിനക്കില്ലേ? ഹല്ലേലൂയ. മരിച്ചാലും ഞാൻ മറക്കത്തില്ല. അപ്പനെ കൊന്നിട്ട് എന്ത് ചെയ്തുള്ളൂ? അങ്ങനെ പറയുന്ന തലമുറയുണ്ടെന്ന്. അവനെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്നിട്ടേ ഞാൻ എന്ത് ചെയ്തുള്ളൂ? വർഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ആരെയും വിഴുങ്ങെന്ന് അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാചം കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 46-ാം വാക്യം, അവൻ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ, നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാ. അനുദപിച്ച് ദൈവമുഖം അന്വേഷിച്ച് പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും മടങ്ങി വരികയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിനെ ശ്രമിക്കുന്ന ശ്രോതാവെ, എവിടെയെങ്കിലും ക്ഷമിക്കപ്പെടുവാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവവചനത്തിന് അതിൻ്റെതായ നിലയും കൊടുക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദുഷ്ട ചിന്തയ്ക്ക് നീ ഉടമയായെങ്കിൽ, മോഹിക്കാൻ പാടില്ലാത്തത് മോഹിച്ചിട്ടുണ്ടെങ്കിൽ, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ജീസസ്. നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തില്ല. നിന്റെ ഭാവി ശുഭകരമായി തീരണമെങ്കിൽ, നിന്റെ നാളെ നിനക്ക് നന്മയായി തീരണമെങ്കിൽ ദൈവവചനത്തോട് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും അധികാരം ദൈവം തന്നിട്ടില്ല. അത് ഉള്ളതുപോലെ സ്വീകരിപ്പാൻ തയ്യാറായെങ്കിൽ, അനുസരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നന്മ പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയിൽ നാം ദൈവത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ സ്വന്തം നീതിയെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാടുകളുമായി നാം എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. ഇന്ന് പലരും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്ന എങ്ങനെയാ? ഇന്ന് പലരും അതെ ദൈവസന്നിധിയിൽ ആമേൻ മുഴങ്ങാൻ മടക്കുന്നത് എങ്ങനെയാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചവൽക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാ നിന്നെ വാഴ്ത്തുന്നു. എന്ത് ശൈലിയാണ്! ഞാൻ അവരെ പോലല്ല. ചിലർ പറയും, ഞാൻ അപ്പനെ പോലല്ല, ഞാൻ അമ്മയെ പോലല്ല, ഞാൻ അപ്പന്റെ വീട്ടുകാരെ പോലല്ല, ഞാൻ അമ്മയുടെ വീട്ടുകാരെ പോലല്ല, ഞാൻ അപ്പാപ്പയുടെ മക്കളെ പോലല്ല, ഞാൻ ആന്റിയുടെ മക്കളെ പോലല്ല. പിന്നെ ആരെ പോലെയാ? നോക്കിക്കേ. ആമേൻ. അതെ, പരീക്ഷയിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാം, ഞാൻ ആ കൂട്ടത്തിലല്ല. നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം
മനുഷ്യരെ പോലെയോ? എന്നിട്ട് അടുത്ത് നിൽക്കുന്നവനെ ചൂണ്ടിട്ട് പറയാ, ഇവനെ പോലെയല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യാ? വാഴ്ത്തുന്നു. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഴ്ചയിൽ 2 വട്ടം എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. ഞാൻ കഴിക്കുന്നില്ലല്ലോ, ഞാൻ 2 നേരവും കഴിക്കുന്നില്ല. ആഴ്ചയിൽ 2 വട്ടം എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പദാനം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. നല്ല പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ല. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോണം. ഹല്ലേലൂയ. ചുങ്കക്കാരൻ അതെ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയെന്ന്. ഹല്ലേലൂയ. ആമേൻ. മറിച്ച് നമ്മുടെ സ്വഭാവത്തിന്റെ ബലഹീനതയെയും പാപത്തെയും കുറിച്ച് ബോധവാന്മാരാണ്. ഹല്ലേലൂയ. കൂടാതെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവന്റെ കൃപയും കരുണയും നിമിത്തമാണ് നമുക്കത് ലഭിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായി ആമേൻ അവന്റെ അകത്തു നിന്ന് ആരാധന ഉയർന്ന് ആമേൻ അത് പ്രാർത്ഥനയായി അവന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അതെ, പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ പ്രാഗൽഭ്യമില്ലാത്തവരായി പലരും എന്ത് ചെയ്യാണ്? മാറിപ്പോവുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അകത്ത് വസിക്കുന്ന ആമേൻ ആത്മാവിനെ ഞെരുക്കിക്കളയുന്ന ജഡത്തിൽ വസിക്കുന്ന പാപം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പാപ സ്വഭാവത്തോട് ഇന്ന് രാത്രി വിട പറയുവാൻ ആര് തയ്യാറാണ്? ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം കൂടി ആമേൻ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങളിലൂടെ ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ആത്മാവിൽ ആമേൻ എഴുതുവാൻ അപ്പോസ്തലനായിരിക്കുന്ന അതേ അഭിഷക്തന്മാർക്ക് കൊടുത്തത് ഇതാണ്. അവന്റെ ശിഷ്യന്മാർക്ക് ആമേൻ പാപകരമായ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് അത് പറയുന്നത് അവർ പാപത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമല്ല. എത്ര പേർക്ക് മനസ്സിലായി? അവന്റെ ശിഷ്യന്മാർക്ക് പാപകരമായ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അവർ പാപത്തിൽ ജീവിക്കുന്നുവെന്ന് പറയുന്നതിന് എന്തല്ല? തുല്യമല്ല. ആമേൻ. നമ്മുടെ സ്വഭാവങ്ങൾ തിന്മയാണ്, പക്ഷേ നാം ദുഷ്ടന്മാരാകേണ്ടതില്ല. ആമേൻ. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പഴയതിനൊപ്പം ഒരു പുതിയ വിശുദ്ധ സ്വഭാവം ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ നിലയിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുക. ഹല്ലേലൂയ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അപ്പോ ആമേൻ നമ്മുടെ ഈ പഴയ ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ ഉണ്ടായിരുന്ന അല്ലെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം എന്ത് ചെയ്യണം? പ്രാപിക്കണം. അപ്പൊ ഇന്ന് രാത്രി നീ പ്രാപിച്ചിരിക്കുന്ന ആ ആത്മാവിന് അതേ പുതുക്കി ആമേൻ നീ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും ആമേൻ അത് ദൈവകൃപയായ ഹല്ലേലൂയ ആമേൻ അവർക്ക് അവരുടെ ദുഷ്ട ആ പ്രകൃതികളിൽ ആമേൻ വിജയം നേടുവാനും ആമേൻ കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുവാനും അത് കഴിയുന്ന വിധത്തിൽ ആമേൻ ഒരു പാപിയെ അത് മാനസാന്തരപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ആമേൻ നല്ലവനാക്കി മാറ്റുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? ആമേൻ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. ആമേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ അതിന്റെ
മോഹങ്ങളെ ആമേൻ അനുസരിക്കുമാർ ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് എന്ത് ചെയ്യണം? സമർപ്പിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അപ്പോ ആമേൻ നമ്മുടെ നാവ്, നമ്മുടെ ചിന്ത, നമ്മുടെ കണ്ണ്, നമ്മുടെ കരം, നമ്മുടെ കാല്, ഇതെല്ലാം കർത്താവിന് സമർപ്പിക്കണം. ഈ കൈ ആവശ്യമില്ലാത്തടത്തേക്ക് പോകത്തില്ല. ഈ കാല് ആവശ്യമില്ലാത്തടത്തേക്ക് ഈ ശരീരം പോകാൻ അനുവദിക്കത്തില്ല. ആമേൻ. എന്റെ ഈ കണ്ണ് ആവശ്യമില്ലാത്തടത്തേക്ക് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്ന് നീ തീരുമാനിച്ച പോരാ. നിന്റെ അകത്തെ മനുഷ്യൻ, അതാ ആത്മാവ് സംബന്ധിച്ച്. അപ്പൊ ഈ ആത്മാവ് ആമേൻ, അകത്തെ മനുഷ്യൻ അതെ ബലപ്പെടാൻ ദിവസവും നീ ദൈവവചനം വായിക്കണം, ദൈവവചനം ഭക്ഷിക്കണം. ഹല്ലേലൂയ. ആ ആത്മീയ കൂട്ടായ്മ നീ എന്ത് ചെയ്യണം? കൂടണം. പാടാനും പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ മടി കാണിക്കുന്നവൻ ആരാ? മൂഢന. അവൻ നന്മ ചെയ്യത്തില്ല, അവൻ കുറ്റം പറഞ്ഞു, അവൻ ഈ ലോകത്തിന്റെ ജഡീക ചിന്തയും മോഹങ്ങളും, അത് കാണുമ്പോ അത് വേണം, ഇത് കാണുമ്പോ ഇത് വേണം, ഉള്ളതിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആമേൻ സ്തോത്രത്തോടെ യാചിച്ച് ആമേൻ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ആമേൻ അതെ ഒരു മൂടന് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായ ഒരു ശിഷ്യനായി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവന്റെ അകത്ത് അവന്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം പാപരഹിതമായി തീരുവാൻ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ആമേൻ. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ ആമേൻ അവനെ നിന്ദിക്കുന്നതിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവവചനം, തന്റെ ആത്മാവിന എഴുതിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന വചനം ആമേൻ, അത് അവന്റെ അനന്തമായ സ്വഭാവം ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ ആമേൻ അതെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ നാവായി ശബ്ദമായി മാറിയത് ഇങ്ങനെ. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എന്റെയും നിങ്ങളുടെയും ആമേൻ ചിന്തകൾക്ക് അതീതമായി എന്റെയും നിങ്ങളുടെയും അതെ വിചാരങ്ങൾക്ക് അതീതമായി ഹല്ലേലൂയ ഉയർന്നിരിക്കുന്ന അവൻ ആകാശം ആമേൻ ഭൂമിയിൽ ഉയർന്നിരിക്കുന്നത് പോലെ അതെ നമ്മുടെ ചിന്തകൾ ഹല്ലേലൂയ ആമേൻ നമ്മുടെ വിചാരങ്ങൾ അതിനപ്പുറമായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാരാ? അവന് മന്ത്രിയായിരുന്നവനാരാ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാരാ? ഹല്ലേലൂയ. സകലവും അവനിൽ നിന്നും അവനിലാണ് അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ചിന്തകൾക്ക് ദൈവം സൃഷ്ടിച്ചതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾക്ക് അധീനമായി, നമ്മുടെ വഴികൾക്ക് ആമേൻ അധീനമായി അതേ വഴി തുറക്കുവാൻ, ചിന്തിക്കുവാൻ, ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ. ഹല്ലേലൂയ. നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹനിധിയായ ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, യെശയ്യാവിന്റെ ഈ പ്രവചനം ഹല്ലേലൂയ അതെ അക്കാലത്ത് ദൈവജനത്തിന് വളരെ പ്രചോദനം ആമേൻ അതെ ഉൾക്കൊള്ളത്തക്ക വിധത്തിലായിരുന്നു. അവന്റെ ചിന്തകളോടും പദ്ധതികളോടും കൂടി ആമേൻ ഉയർന്നു വരത്തക്ക വിധത്തിൽ കേൾക്കുന്നവർ ദൈവത്തോട് അടുക്കുവാൻ അതെ പാപ സ്വഭാവം അതെ വെടിഞ്ഞ്
ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവത്തോട് അടുക്കുന്ന വിധത്തിലുള്ള പ്രവചനമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വഴികൾ അവന്റെ നിരൂപണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചിന്തകളെക്കാട്ടിലും ആമേൻ നമ്മുടെ നിരൂപണത്തെക്കാട്ടിലും ഒക്കെ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വില കൽപ്പിക്കണം. ഹല്ലേലൂയ. ഒരു നല്ല ദൈവം എന്ന നിലയിൽ ആമേൻ മനുഷ്യരോട് ആമേൻ അതെ തന്നോട് ചോദിക്കാൻ അതെ ധാരാളം ചോദ്യങ്ങളുണ്ടെന്ന് അവനറിയാമായി. ഹല്ലേലൂയ. അതിനാൽ അവനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചോദ്യങ്ങളെയും തെറ്റിദ്ധാരണകളെയും ആമേൻ ആമേൻ അത് തിരുത്തി തരുവാൻ. ഹല്ലേലൂയ. അതിനെ മനുഷ്യന് നേരായ നിലയിൽ ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലൂടെ ഇങ്ങനെ എഴുതിയത്: ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വഴിയിൽ ആമേൻ വന്ന ഹല്ലേലൂയ ആമേൻ അതേ മോശെ ഹല്ലേലൂയ ആമേൻ അതേ കാര്യങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ അതെ ചിലർ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവം ചെയ്യാത്ത കാര്യങ്ങൾക്ക് ആമേൻ ദൈവത്തോട് അതേ മറുതലിക്കുകയും പിറുപിറുക്കുകയും ചെയ്തതായിട്ട് ആമേൻ മോശയുടെ കീഴിലായിരുന്ന ജനത്തിന്റെ ജീവിതം ആമേൻ അതേ തിരുവചനം വായിക്കുമ്പോൾ അതേ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നല്ലവനാണെന്നും എല്ലായ്പ്പോഴും ആമേൻ നല്ല പദ്ധതികളും നല്ല കാര്യങ്ങളും ആമേൻ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നവനാണെന്നും നാം പ്രാരംഭത്തിൽ വായിച്ച തിരുവചനത്തിൽ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനാൽ വിശുദ്ധ തിരുവെഴുത്തുകളെ ആമേൻ നാം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അത് ആമേൻ അനുസരിച്ച് അത് ജീവിക്കുന്നതിലൂടെ ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് ശരിയായ ആമേൻ അതേ ചിന്തകളും ശരിയായ ധാരണകളും നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് നാം അവനെ അറിഞ്ഞ് അവനെ സ്നേഹിക്കുവാനും അവനെ ആരാധിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 136-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മിലുള്ള ആ ദൈവത്തിന്റെ അറിവ് ആമേൻ അതെ നമുക്ക് ആമേൻ ശരിയായി ദൈവത്തോട് ന്യായമായി ചോദിക്കുവാനുള്ളത് ചോദിച്ച് ആമേൻ വാങ്ങിക്കുവാൻ അതെ വായിച്ചു തന്ന ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം നന്മയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അവിടുത്തെ അനന്തമായ അനുഗ്രഹങ്ങളിലേക്ക് ചുവടുകളെ വെച്ച് ആമേൻ ആ നല്ലവനായ ദൈവത്തിന്റെ കരുണയും ആ സ്നേഹവും ആ കരുതലും അനുഭവിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ ശ്രോതാക്കളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ കാലത്തിന്റെ തികവെങ്കിൽ അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ ക്രിസ്തു ആരാണെന്ന് അറിയിക്കുവാൻ ആമേൻ പ്രവാചകന്മാരിലൂടെ അവിടുത്തെ വചനം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എഴുതിയതുപോലെ ജനിച്ച്, എഴുതിയതുപോലെ വളർന്ന്, എഴുതിയതുപോലെ മരിച്ച്, എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഇനിയും എഴുതിയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവവചനം വായിച്ച് ആമേൻ അത് ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും നൽകപ്പെട്ട ആ വചനം ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ അതെ കേൾപ്പിച്ച് ആമേൻ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവകൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, പലപ്പോഴും ഈ വചനത്തെ ഞങ്ങൾ നിസ്സാരമായി കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ പോയിട്ടുണ്ട്. ഇന്ന് രാത്രി അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് ഹല്ലേലൂയ ഞങ്ങളെ നല്ല ചിന്തകൾക്ക് ഹല്ലേലൂയ ഉടമയാക്കി ആ തെറ്റായ ധാരണകളിൽ നിന്നും ഹല്ലേലൂയ ആ ശരിയായ ആ വാഗ്ദാനത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചങ്ങ് നടത്തണമേ. ഹല്ലേലൂയ. അവിടുത്തെ ആ സ്നേഹത്തെ കുറിച്ച് അവിടുത്തെ കരുതലിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി അത് പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരായി ഹല്ലേലൂയ നന്ദിയുള്ളവരായി അങ്ങ് സ്തുതിക്കുന്നവരായി ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആമേൻ അനന്തമായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആഴത്തിലുള്ള ബന്ധം ആമേൻ അതെ സ്ഥാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്ന് രാത്രി അവിടുത്തെ നന്മകളാൽ, അവിടുത്തെ ആ അനുഗ്രഹങ്ങളാൽ ഹല്ലേലൂയ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥന. ജീവിതത്തില് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സമസ്ത മേഖലകളിലും ആമേൻ പാപരഹിതമായ ജീവിതം നയിപ്പാൻ ഇടയാകത്തക്ക പരിശുദ്ധാത്മാവെ അവിടുത്തെ വചനത്താൽ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മല മനസാക്ഷി ഉടമയാക്കി അനിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി വചനം കേട്ട എല്ലാവരെയും ഒരിക്കൽ കൂടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ചോദിക്കുന്ന നന്മ, നിങ്ങൾ ചോദിക്കുന്നതിലധികം നിങ്ങൾക്ക് നൽകി തരുവാൻ ദൈവം ശക്തനാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂടപ്പുറത്തിനും നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യവും സന്തോഷമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. വാട്സാപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് യൂട്യൂബിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീലത നിറഞ്ഞതായ ആമേൻ അതേ വീഡിയോ ക്ലിപ്പുകൾ ആമേൻ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുവാൻ സാധ്യതയുള്ള ലോകത്ത് ആമേൻ യൂട്യൂബിലും ആമേൻ അതെ മറ്റ് ഇൻസ്റ്റഗ്രാമിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ ആ ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് അനേക ദൈവദാസന്മാർ ദൈവദാസിമാർ അവരുടെ മക്കൾ ആമേൻ പാടുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയും അതേ കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 9 മണിക്ക് ആമേൻ സൂം അൽഫ ഓൺലൈൻ ചർച്ചിന്റെ ആമേൻ ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയും ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. സമയം സാഹചര്യം ഒക്കുന്നെങ്കിൽ കടന്നു വരിക. നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.